ജയസൂര്യൻ സർ, സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ SIR ബീഹാറിൽ അത് വളരെ വിജയകരമായി പൂർത്തിയാക്കി കഴിഞ്ഞു. ഇനി കേരളത്തിലേക്കാണ്. എല്ലാ കണ്ണും കാതും എന്ന് പറയുന്നത് പോലെ കേരളത്തിലേക്ക് എല്ലാവരും ഉറ്റുനോക്കുകയാണ്. SIR കേരളത്തിൽ നടപ്പിലാക്കുമോ? അല്ലെങ്കിൽ നടപ്പിലാക്കി കഴിഞ്ഞാൽ അത് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ഏത് രീതിയിലായിരിക്കാം ഇടതുപക്ഷം അതിനെ സ്വീകരിക്കാൻ പോകുന്നത്? കേരളത്തിൽ വീണ്ടും ബംഗ്ലാദേശികൾ അല്ലെങ്കിൽ ജിഹാദികൾ ഇത്തരത്തിലുള്ള പുറമേ നിന്നുള്ള ആളുകളുടെ ഉൾപ്പെടെ വോട്ടുകൾ ഇനിയും കേരളത്തിൽ തുടരുമോ? SIR നടപ്പിലാക്കി കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ വോട്ടവകാശം കൃത്യമായി നിയമപരമായ രീതിയിൽ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കരുതുന്ന രീതിയിലേക്ക് കേരളത്തിൽ മാറുമോ എന്നൊക്കെ തുടങ്ങി പല പല ചോദ്യങ്ങളും ആശങ്കകളും ഇപ്പോഴേ ഉയർന്നു പൊങ്ങിക്കഴിഞ്ഞു. എന്റെ ചോദ്യം എന്ന് പറയുന്നത് SIR കേരളത്തിൽ നടപ്പിലാക്കുമ്പോൾ ഇടതുപക്ഷം എന്ത് ചെയ്യും എന്നുള്ളതാണ്. സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ എന്ന് പറയുന്ന ഈ SIR BJP ഗവൺമെന്റ് കൊണ്ടുവന്ന ഒരു സംവിധാനമല്ല. കാലാകാലങ്ങളായിട്ട് ഇന്ത്യ മഹാരാജ്യത്ത് ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തി വരാറുള്ള ഒരു നടപടിക്രമം മാത്രമാണ്. എന്താണ് ഈ SIR എന്ന് നമുക്കൊന്ന് നോക്കാം. അതായത് വോട്ടർ പട്ടികയിൽ ധാരാളം ആൾക്കാർ പുതുതായിട്ട് ചേർന്നുകൊണ്ടിരിക്കുന്നു. ധാരാളം ആൾക്കാർ മരിച്ചുപോയിട്ട് അതിൽ നിന്ന് ഒഴിവാകും. ധാരാളം ആൾക്കാർ സ്ഥലം മാറിപ്പോയിട്ട് അതിൽ നിന്ന് ഒഴിവാകും. അപ്പൊ വിദേശത്ത് പോകുന്നവര്, ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റൊരു സംസ്ഥാനത്തേക്ക് പഠിക്കാൻ വേണ്ടിയോ ജോലിക്ക് വേണ്ടിയോ പോകുന്നവര്, അതുകൂടാതെ വിവാഹം കഴിച്ച് അയക്കുന്നവര്, വിവാഹം കഴിച്ച് വരുന്നവര് എന്ന് തുടങ്ങി പല രീതിയിൽ വോട്ടർ പട്ടികയിൽ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് രണ്ട് തരത്തിലുള്ള മാറ്റങ്ങളുണ്ട്. ഒന്ന്, വോട്ടർ പട്ടികയിലേക്ക് പുതുതായിട്ട് ചേരുന്നവർ. രണ്ട്, വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തു പോകുന്നവർ. ഇതിൽ ഇന്നിപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുന്നത് വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തു പോകുന്നവരല്ല, വോട്ടർ പട്ടികയിലേക്ക് പുതുതായി ചേരുന്നവരാണ്. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ഒരു വർഷത്തിൽ നമുക്കിപ്പോൾ 4 തവണ സമയമുണ്ട്. വളരെ ഉദാരമായ രീതിയിൽ നമുക്കത് ചെയ്യാനുള്ള സംവിധാനങ്ങളുമുണ്ട്. എന്നാൽ പലപ്പോഴും നമ്മുടെ തിരഞ്ഞെടുപ്പിനെ ബാധിക്കുന്ന തരത്തിൽ വോട്ടർ പട്ടികയിൽ അനാവശ്യമായിട്ടുള്ള കൂട്ടിച്ചേർക്കലുകൾ നടക്കുന്നു എന്നുള്ളതാണ് ഗൗരവതരമായിട്ടുള്ള ഒരു വിഷയം. ഇത് ഒന്നും രണ്ടുമല്ല, ലക്ഷക്കണക്കിനല്ല, കോടിക്കണക്കിന് ആൾക്കാർ. നമുക്കറിയാം 146 കോടി ജനങ്ങളുള്ള ഇന്ത്യയിൽ, 1 കോടിയിലേറെ വോട്ടർമാരുള്ള ഇന്ത്യയിൽ കോടിക്കണക്കിന് ആൾക്കാർ പുതുതായിട്ട് വന്ന് വോട്ടർ പട്ടികയിൽ ചേർന്നാൽ അവിടെ 2000, 1000, 500 വോട്ടിനൊക്കെ MLA-മാരും MP-മാരും മാറി മാറി വരുന്ന സമയത്ത്, അല്ലെങ്കിൽ 8, 10, 1, 2 വോട്ടിന് പഞ്ചായത്ത് മെമ്പർമാര് മാറി വരുന്ന ഒരു സ്ഥലത്ത് വോട്ടർ പട്ടികയിൽ ഉണ്ടാകുന്ന ചെറിയ തിരുത്തലുകൾ എന്നൊക്കെ പറയുന്നത് വലിയ സംഭവങ്ങൾ തന്നെയാണ്. എന്നാൽ ഇതിനെ ഗൗരവപരമായിട്ട് എടുക്കാത്തത് എന്തുകൊണ്ട്? CPM-ഉം കോൺഗ്രസും ഇതിനെ ഗൗരവതരമായി എടുക്കാത്തത് എന്തുകൊണ്ട്? അതിന്റെ പ്രധാനപ്പെട്ട കാരണം, അവർ വൻതോതിൽ വോട്ട് വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുന്ന 2 രാഷ്ട്രീയ പാർട്ടിയാണ്. ഇപ്പൊ നമ്മൾ രാജ്യങ്ങളെ കുറിച്ച് പറയും, പെട്രോളിയം ഇറക്കുമതി ചെയ്യുന്നു, അല്ലെങ്കിൽ ഗോതമ്പ് അരിയൊക്കെ ഇറക്കുമതി ചെയ്യുന്നു. ഈ CPM-ഉം കോൺഗ്രസും വൻതോതിൽ വോട്ടർമാരെ വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുന്ന പാർട്ടികളാണ്. അതിൽ ഏറ്റവും നല്ല ഉദാഹരണമാണ് ബംഗ്ലാദേശ്. ബംഗ്ലാദേശ് എന്ന പേരിട്ടുകൊണ്ട് ബർമയിലുള്ള റോഹിംഗ്യന്മാരടക്കമുള്ളവർ ബംഗ്ലാദേശ് വഴി പശ്ചിമ ബംഗാളിലേക്ക് കടക്കുന്നു, ബീഹാറിലേക്ക് കടക്കുന്നു. ഈ പശ്ചിമ ബംഗാളിലേക്ക് വരുമ്പോൾ അവരെ സ്വീകരിക്കാൻ അവിടെ CPI-M-ഉം തൃണമൂൽ കോൺഗ്രസും മത്സരിക്കുകയാണ്. ഇത് കാലാകാലങ്ങളായിട്ട് നിലവിലിരിക്കുന്ന ഒരു സംവിധാനമാണ്. അതായത് ഏത് സർക്കാരാണോ ഇതിനെ നിരോധിക്കേണ്ടത്, നിയന്ത്രിക്കേണ്ടത്, അതേ സർക്കാർ തന്നെ അവരെ സ്വാഗതം ചെയ്യുക. അതായത് അതിർത്തി കടന്നു വരുന്നവർക്ക് വോട്ടർ ഐഡന്റിറ്റി കാർഡ് കൊടുക്കുന്നു, റേഷൻ കാർഡ് കൊടുക്കുന്നു. സ്കൂളുകളിൽ അവരുടെ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ ഓർക്കും നല്ല കാര്യമല്ലേ, കുട്ടികളെ സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു മനുഷ്യാവകാശ പ്രശ്നമല്ലേ. അതല്ല, കുട്ടികളെ സ്കൂളിൽ പഠിപ്പിക്കേണ്ട എന്നല്ല ഞാൻ പറയുന്നത്. മറിച്ച് കുട്ടികളെ സ്കൂളിൽ പഠിപ്പിച്ചു കഴിയുമ്പോൾ സ്കൂളിൽ നിന്ന് ഇവർക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടും. അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത്, അവരുടെ അഡ്രസ്സ്, അവരിവിടെ പഠിച്ചിരുന്നു എന്നുള്ളതിന്റെ രേഖ, ഇതെല്ലാം കിട്ടുക. ഈ കുട്ടി 10ാം ക്ലാസ് പാസ്സായി കഴിയുമ്പോൾ കിട്ടുന്ന സർട്ടിഫിക്കറ്റിന് വലിയ വാലിഡിറ്റി ഉണ്ട്. ആ വാലിഡിറ്റി വെച്ച് അവർക്ക് വേണമെങ്കിൽ ഇവിടെ സർക്കാർ സർവീസിൽ ജോലിയിൽ കയറാൻ സാധിക്കും, പട്ടാളത്തിൽ കയറാൻ സാധിക്കും. ചെറിയ കാര്യമല്ല, ഗുരുതരമായ കാര്യം. അപ്പോൾ ഇന്ത്യൻ പട്ടാളത്തിലേക്കും ഇന്ത്യൻ സിവിൽ സർവീസിലേക്കും വരെ നുഴഞ്ഞു കയറാൻ ഈ വിദേശികൾക്ക് സാധിക്കും. അതൊക്കെ പോട്ടെ, അതൊക്കെ വൻതോതിൽ നടക്കുന്ന കാര്യമല്ല. പക്ഷേ അങ്ങനെയും സംഭവം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള കേസുകൾ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും.
പക്ഷെ അതൊന്നുമല്ല, പഞ്ചായത്ത് മുതൽ പാർലമെന്റ് വരെ നടക്കുന്ന ഇലക്ഷനുകളിൽ വിദേശികളായിട്ട് വന്ന് നമ്മുടെ നാട്ടിൽ വന്ന് സ്വദേശികളാണ് എന്നുള്ള രേഖ സമ്പാദിച്ച് വോട്ടേഴ്സ് ലിസ്റ്റിൽ കയറിയ കോടിക്കണക്കിന് ആൾക്കാരുണ്ടെങ്കിൽ ഇന്ത്യയുടെ ജനാധിപത്യം അട്ടിമറിക്കപ്പെടും. നമ്മുടെ സംസ്ഥാന ഗവൺമെന്റുകൾ അട്ടിമറിക്കപ്പെടും. നമ്മുടെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനെ അത് അതീവ ഗുരുതരമായി ബാധിക്കും. വാർഡ് മെമ്പർമാരായിട്ട് പോലും MLA-മാരായിട്ട് പോലും മാറാൻ ഇങ്ങനെയുള്ളവർക്ക് സാധിക്കും. ഇതൊക്കെ ചെറിയൊരു കാര്യമായിട്ട് കാണാൻ കഴിയും. അപ്പോൾ ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് SIR-നെ സംബന്ധിച്ചുള്ള ചർച്ചകൾ നടക്കുന്നത്. ഈ ചർച്ചകൾ നടക്കുമ്പോൾ സത്യത്തിൽ ഇതിനോട് അനുകൂലമായി നിൽക്കാത്ത രാഷ്ട്രീയ പാർട്ടികളെ നമ്മൾ സംശയിക്കണം. SIR വേണ്ട എന്ന് കേരളത്തിലെ ഇടത് വലത് മുന്നണികൾ പറഞ്ഞിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അതായത് അന്യായമായി വോട്ടർ പട്ടികയിൽ കയറിയവരെ കുറിച്ച് അന്വേഷിക്കാനേ പാടില്ല എന്നാണ്. നമുക്കറിയാം, അതിഥി തൊഴിലാളികൾ എന്ന് പറയപ്പെടുന്ന ആ വാക്ക് ഒന്ന് ശ്രദ്ധിക്കുക. അതിഥി തൊഴിലാളികൾ ആരുടെ അതിഥിയാണ്? അതിഥി എന്ന് പറയുന്നത് ഇപ്പൊ നമ്മുടെ വീട്ടിൽ നമ്മുടെ തന്നെ ഒരു കുടുംബത്തിലെ ഒരാൾ വരികയാണെങ്കിൽ നമ്മൾ അവരെ അതിഥി എന്നല്ലല്ലോ വിളിക്കുക. ഇപ്പൊ നമ്മുടെ വീട്ടില് നമ്മുടെ സ്വന്തം കുടുംബത്തിൽപ്പെട്ട ഒരാൾ വരുന്നു, നമ്മുടെ കൊച്ചച്ഛൻ വരുന്നു, കൊച്ചമ്മ വരുന്നു, അമ്മായി വരുന്നു, അമ്മാവൻ വരുന്നു, അനിയൻ വരുന്നു, ചേട്ടൻ വരുന്നു, അതിന് നമ്മൾ അതിഥി എന്നല്ലല്ലോ വിളിക്കുക, അവര് കുടുംബാംഗമല്ലേ. എന്ന് പറയുന്ന പോലെ ഈ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും അബദ്ധത്തിൽ വിളിച്ചു പറഞ്ഞു പോയ ഒരു വാക്കാണ് അതിഥി. കാരണം സത്യത്തിൽ അതിഥിയാണ്. അതിഥി എന്ന വാക്കിന്റെ അർത്ഥം തിഥി നോക്കാത്തവൻ, സമയം നോക്കാതെ വലിഞ്ഞു കയറി വരുന്നവൻ എന്നാണ് ആ സംസ്കൃത വാക്കിന്റെ അർത്ഥം. അതിഥി. ഇവൻ എവിടുന്ന് വന്ന അതിഥിയാ? ഇവൻ ബംഗ്ലാദേശിൽ നിന്ന് വന്ന അതിഥിയാ, ഇവൻ ബർമയിൽ നിന്ന് വന്ന അതിഥിയാ, ഇവൻ പാകിസ്ഥാനിൽ നിന്ന് വന്ന അതിഥിയാ. അല്ലാതെ നമ്മുടെ രാജ്യത്തിന്റെ ഒരു ഭാഗത്ത് നിന്ന് വേറൊരു ഭാഗത്തേക്ക് വന്ന അതിഥിയാകുകയല്ലോ. അപ്പോൾ അങ്ങനെ വരുന്ന ആൾക്കാര് 40 ലക്ഷം പേരാണ് കേരളത്തിലുള്ളത്. 40 ലക്ഷം സർക്കാർ കണക്കാണ്. അപ്പൊ 40 ലക്ഷം പേര് കേരളത്തിൽ വന്നു. ഇവർക്കൊക്കെ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും മത്സരിച്ച് റേഷൻ കാർഡ് കൊടുത്തു. അവരുടെയൊക്കെ പിള്ളേരെ സ്കൂളിൽ ചേർത്ത് അവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്തു. ഇനിയിപ്പോ അവർക്ക് തിരിച്ചറിയൽ കാർഡ് കൊടുത്തു, വോട്ടർ ഐഡന്റിറ്റി കാർഡും കൊടുത്തു. ഇവരൊക്കെ വോട്ടർമാരായിട്ട് മാറി. അങ്ങനെ വോട്ടർമാരായിട്ട് മാറിക്കഴിഞ്ഞാൽ അവര് വിധേയത്വം പുലർത്തുന്നത് ആരോടാ? ആരാണോ, ഏത് രാഷ്ട്രീയ പാർട്ടിയാണോ അവർക്ക് ഈ പറഞ്ഞ റെക്കോർഡുകളൊക്കെ ശരിയാക്കി കൊടുത്തത്, ഈ പറഞ്ഞ ഐഡന്റിറ്റി കാർഡെല്ലാം മേടിച്ചു കൊടുത്തത്, അവർക്ക് അനുകൂലമായിട്ട് നിൽക്കും. പശ്ചിമ ബംഗാളിലെ കഥ ഞാൻ പറയാം. ബംഗാളിൽ, അതായത് ബംഗ്ലാദേശിൽ നിന്ന് വരുന്നവരുടെ ID കാർഡ് CPIM ശരിയാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഈ കാർഡ് മുഴുവൻ മേടിച്ച് CPIM-ന്റെ പാർട്ടി ഓഫീസിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഇലക്ഷൻ വരുമ്പോൾ ഇവർക്ക് കാർഡ് കൊടുക്കും, വോട്ട് ചെയ്തേച്ച് കാർഡ് തിരിച്ചു കൊണ്ട് അവിടെ കൊടുക്കണം. റേഷൻ കാർഡ് പാർട്ടി ഓഫീസിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അതായത് CPM-ന്റെ പാർട്ടി ഓഫീസിൽ ചെന്ന് റേഷൻ കാർഡ് മേടിക്കുന്നു, റേഷൻ കടയിൽ പോയി റേഷൻ മേടിക്കുന്നു, അരി വീട്ടിൽ കൊണ്ടുവന്നു, കാർഡ് പാർട്ടി ഓഫീസിൽ കൊടുക്കുന്നു. ഇതായിരുന്നു പശ്ചിമ ബംഗാളിലെ CPM-ന്റെ അവസ്ഥ. ഇന്ന് അതേ പണിയാണ് അവിടെ തൃണമൂൽ കോൺഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോ റേഷൻ മേടിക്കാൻ പോകുമ്പോൾ തൃണമൂൽ കോൺഗ്രസിന്റെ ഓഫീസിൽ പോകുന്നു, റേഷൻ കാർഡ് മേടിക്കുന്നു, റേഷൻ കടയിൽ പോയി തിരിച്ചു വരുന്ന വഴി കാർഡ് തൃണമൂൽ കോൺഗ്രസിന്റെ ഓഫീസിൽ കൊടുക്കണം. വോട്ട് ചെയ്യാൻ പോകുമ്പോൾ വോട്ടർ ഐഡന്റിറ്റി കാർഡ് തൃണമൂൽ കോൺഗ്രസിന്റെ ഓഫീസിൽ നിന്ന് മേടിക്കുന്നു, വോട്ട് ചെയ്യുന്നു, തിരിച്ച് കാർഡ് അവിടെ തന്നെ കൊടുക്കണം. ഈ സംവിധാനം നമ്മുടെ സംസ്ഥാനത്ത് വേണോ വേണ്ടയോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പൊ അതാണ് ഇവിടുത്തെ CPM-ഉം ഇവിടുത്തെ UDF LDF ഒന്നിച്ച് ഇതിനെ എതിർക്കുന്നത്. 40 ലക്ഷം അതിഥി തൊഴിലാളികളിൽ ലക്ഷക്കണക്കിന് വോട്ട് ഈ LDF-ഉം UDF-ഉം സ്വന്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അവരിതിനെ എതിർക്കുന്നത്. BJP എന്താ എതിർക്കാത്തത്? ഈ പറയുന്നവരെയൊക്കെ നമ്മൾ വിളിക്കുന്നത് എന്നാ? ബീഹാറികൾ അല്ലെ, UP-ക്കാര് അല്ലെങ്കിൽ ബംഗാളുകാർ എന്നൊക്കെയല്ലേ വിളിക്കുന്നത്. ബംഗാളിൽ 77 സീറ്റുള്ള വലിയ പാർട്ടിയാണ് BJP. ബീഹാറും UP-യും ഒക്കെ ഭരിക്കുന്ന പാർട്ടിയാണ് BJP. അങ്ങനെയാണ് ഈ ബീഹാറികളെ ഒഴിവാക്കരുതെന്ന് പറയേണ്ടത് BJP അല്ലേ? BJP പറയുന്നില്ലല്ലോ. BJP ഈ വിഷയത്തിന് വേണ്ടി CPM-ന്റെയോ കോൺഗ്രസിന്റെയോ നിലപാട് സ്വീകരിക്കുന്നില്ലല്ലോ. അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്, വിദേശ രാജ്യങ്ങളിൽ നിന്ന് നുഴഞ്ഞ് കേരളത്തിലെ വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ച 40 ലക്ഷത്തോളം വരുന്ന വിദേശ വോട്ടർമാർ എന്ന് തന്നെ അവരെ വിളിക്കേണ്ടി വരും, അവരുടെ ഒറിജിനാലിറ്റി കണ്ടെത്തുന്നത് വരെ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ പുറത്തു വരികയും ഇത്തരം കാര്യങ്ങൾ ചർച്ചാവിധേയമാവുകയും കേരള രാഷ്ട്രീയത്തിൽ CPM-ഉം കോൺഗ്രസും നേടിവെച്ചിരിക്കുന്ന വോട്ട് ബാങ്കിന്റെ കള്ളത്തരം പുറത്തു വരികയും ചെയ്യുമെന്ന് ഭയന്നിട്ടാണ് SIR-നെ ഇവർ എതിർക്കുന്നത്. ഈ SIR തുടങ്ങിയത് BJP-യുടെ കാലത്തല്ല, ഇത് കോൺഗ്രസിന്റെ കാലം മുതലേ ഉണ്ട്. ഓരോ നിശ്ചിത കാലാവധി കഴിയുമ്പോഴും വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുക എന്നുള്ള ചുമതല
തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലയാണ്. അതുകൊണ്ട് അവരത് കാലാകാലങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കും. അവരത് ചെയ്യുന്നതിനെ രാഷ്ട്രീയമായിട്ട് കാണേണ്ട കാര്യമില്ല, അതിൽ ഇടപെടേണ്ട കാര്യമില്ല. ഇത് BJPയുമായോ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റുമായോ ബന്ധപ്പെട്ട യാതൊരു വിഷയവും അല്ല എന്നുള്ളതാണ് സത്യം. യെസ്, എന്തായാലും SAR കേരളത്തിൽ നടപ്പിലാക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ഉത്കണ്ഠരാകുന്നത് ഇടതുപക്ഷക്കാരാണ്. അല്ലെങ്കിൽ ഈ രീതിയിൽ CPM ഏത് രീതിയിലാണ് പുറത്തു നിന്നുള്ള ആളുകളെ കേരളത്തിൽ പാർപ്പിച്ചത്, അവർക്ക് വോട്ടവകാശം പോലും വിനിയോഗിക്കാവുന്ന രീതിയിലേക്ക് ID കാർഡുകൾ ഉൾപ്പെടെ നൽകി അവരെ മാറ്റിയെടുത്തത് എന്നത് പകൽ പോലെ വ്യക്തമാണ്. SAR നടപ്പിലാക്കുമ്പോൾ കേരളത്തിലുള്ളവർക്ക് മാത്രം, അതായത് മലയാളികൾക്ക് മാത്രം വോട്ടവകാശം എന്നുള്ളത് യഥാർത്ഥ അവകാശമായി ലഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ ഇത്തരത്തിൽ നമുക്ക് മാത്രം ലഭിക്കേണ്ടിയിരുന്ന ഈ വോട്ടവകാശത്തെ മറ്റ് അന്യ സംസ്ഥാനത്ത് നിന്നുള്ള അല്ലെങ്കിൽ ബംഗ്ലാദേശികൾ ഉൾപ്പെടെയുള്ളവർ കേരളത്തിലുള്ള ജയസൂര്യൻ സാർ പറഞ്ഞതുപോലെ ഏകദേശം 40 ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് കൂടി നമ്മൾ പകുത്തു നൽകേണ്ടി വരുമെന്ന കാര്യവും വ്യക്തമാണ്. താങ്ക് യു ജയസൂര്യൻ സാർ.